ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും സഹായമാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. പെൻഷൻ എപ്പോൾ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയത്ത് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും സർക്കാർ. സാമൂഹ്യ പെൻഷൻ വൈകുന്നതിനെതിരായ പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, പൊതു താൽപര്യ ഹർജിയായിരുന്നു, സർക്കാർ എന്താണ് വ്യക്തമാക്കിയത്? ഈ സാമൂഹ്യ പെൻഷൻ വൈകുന്നതിനെതിരെ പൊതുതാൽപര്യ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ ഒരു സത്യവാങ്മൂലത്തിലൂടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ ക്ഷേമ പെൻഷൻ അവകാശമായി കണക്കാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ സഹായം മാത്രമാണ്. അത് എപ്പോൾ വിതരണം ചെയ്യണമെന്നും ഉള്ള കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ കൂടി ഭാഗമാണ്. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷൻ എന്നും സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് 5 വിഭാഗങ്ങളിലായി ഏകദേശം 45 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. അതിൽ ദേശീയ പെൻഷൻ സ്കീം പ്രകാരം അല്ലാതെ തന്നെ അധികമായി കൂടുതൽ ആളുകൾക്ക് സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട്. അതിനായി പെൻഷൻ വിതരണത്തിനായി ഒരു മാസം സർക്കാരിന് 900 കോടി രൂപയാണ് ചെലവുള്ളത്. മാത്രമല്ല ഇതിനു പുറമെ തന്നെ വെൽഫെയർ പെൻഷന്റെ ഭാഗമായി ഏകദേശം 90 കോടി രൂപ വേറെയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാമൂഹ്യ പെൻഷൻ കൃത്യമായി സർക്കാർ വിതരണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം തീരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര വിഹിതമില്ലാതെ തന്നെ 2023 സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. 2023 ജൂൺ വരെയുള്ള വിഹിതം മാത്രമാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഇനി നൽകാനുള്ളത് 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ പെൻഷനുകളാണ്. അതിൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ പെൻഷൻ അടുത്ത ആഴ്ച തന്നെ വിതരണം ചെയ്യുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ചക്കിടപ്പാറയിൽ മരിച്ച ഭിന്നശേഷിക്കാരനായ ജോസഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പൊതുതാൽപര്യ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ലഭിച്ചിരുന്നതുപോലെ ജോസഫിനും 2023 ഓഗസ്റ്റ് വരെയുള്ള പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുന്ന സ്ഥിതിക്ക് കൃത്യമായി തന്നെ പെൻഷൻ വിതരണം നടക്കുമെന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. സാമ്പത്തിക അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ കേന്ദ്രം സഹായം നൽകാത്തതും ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത് സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരം ഏർപ്പെടുത്തിയതാണ്. അതൊരു അവകാശമായി കാണാൻ കഴിയില്ല. പക്ഷെ അത് സംസ്ഥാന സർക്കാരിന്റെ സഹായം മാത്രമാണ് എന്നുള്ളതാണ് സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ഷംന.